പാലായിൽ കെ എം മാണിക്കെതിരെ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന കേരള കോൺഗ്രസ് നേതാവ് പി.സി. തോമസ് മത്സരരംഗത്ത് നിന്ന് പിന്മാറി. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പിന്മാറ്റമെന്ന് പി.സി. തോമസ് അറിയിച്ചു. എന്നാൽ മാണി ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് പിന്മാറ്റമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം രംഗത്തെത്തിയ സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു പി.സി. തോമസ്. ബി.ജെ.പി നേതൃത്വം മത്സരിക്കാൻ അനുമതിയും നൽകി. 2004 മത്സരിച്ചപ്പോൾ 12,000 ചില്ലുവാനും വോട്ട് എനിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ജോസ് കെ മാണിയാണ് രണ്ടാമത് വന്നത്. അദ്ദേഹത്തെക്കാൾ അത്രയും വോട്ട് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ബി.ജെ.പിക്ക് അവിടെ ഏതാണ്ട് 25,000-ൽ പരം വോട്ട് പാലാ നിയോജകമണ്ഡലത്തിലുണ്ട്. പാലായിലെ കേരള കോൺഗ്രസ് പാർട്ടി എന്നോട് അവർ പ്രമേയം പാസ്സാക്കി ആവശ്യപ്പെട്ടിരിക്കുന്ന അവിടെ മത്സരിക്കണമെന്നാണ്. അതുപോലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രധാനപ്പെട്ട സംഘടനകളും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പി.സി. തോമസിന്റെ സ്ഥാനാർത്ഥിത്വം ഭീഷണിയാവുമെന്ന് കണക്കൂട്ടിയ മാണി ഗ്രൂപ്പ് പി.സിയുമായി ചർച്ച നടത്തിയതായും അഭ്യൂഹമുയർന്നു. എന്നാൽ മത്സരരംഗത്തുണ്ടാവുമെന്ന് പി.സി. തോമസ് ആവർത്തിച്ചു. എന്നാൽ മാണി ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ മത്സരരംഗത്തു നിന്നും പിന്മാറി. കാരണം വ്യക്തിപരം. ഇത്തവണ മത്സരരംഗത്ത് എനിക്ക് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. എന്നാലും ക്യാമ്പയിനിൽ പറ്റുന്നിടത്തോളം ഞാനുണ്ടാകും. എൻഡിഎ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടാവും. പിന്മാറ്റത്തിന് മാണി കോഴ നൽകിയോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. മാണി സാർ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളായിരിക്കില്ലേ. മത്സരരംഗത്തു നിന്നുള്ള പിന്മാറ്റത്തിന് ബി.ജെ.പി പച്ചക്കൊടി കാട്ടിയതായാണ് സൂചന. പി.സി. തോമസ് മത്സരരംഗത്തെത്തിയാൽ ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനാവുമെന്ന് ഇടതുമുന്നണിയും കണക്കുകൂട്ടിയിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.